ഒന്ന് മാറി മാറി മാറി. രക്തം പിടിച്ചോ? എന്നെ കളിയാക്കാണോ? പണ്ട് മുതലുള്ള നാട്ടുനടപ്പ് അതല്ലേ. ചെറുമി പുല്ലരിയാൻ കാട്ടിൽ കയറുന്നു, അരിവാള് കൊണ്ട് കല്ല് പൊട്ടുന്നു, കല്ലിൽ ചോര വരുന്നു, പിന്നെ ചൈതന്യം പ്രശ്നം. ജമീലെ നിർത്തിക്കോ നിന്റെ തുള്ളല്. കള്ളി ജമീലയോ? പിന്നല്ലാതെ. കഴിഞ്ഞ ആഴ്ച വരെ അവള് ജമീലയായിരുന്നു. പിന്നെ മുരുകനെ കെട്ടി ശിവഗംഗയായി. അടുത്ത ആഴ്ച ഇവിടെ ആന്റണിയെ കെട്ടി കുഞ്ഞുമേരിയാവും. ഒരു മാറുക, അങ്ങോട്ടൊന്ന് മാറുക. സമ്മതിച്ചിരിക്കണോ സാറേ, സമ്മതിച്ചിരിക്കണോ. EMS-നും വീട്ടിക്കും ശേഷം നമ്പൂരി സമുദായത്തിൽ പറഞ്ഞ തീപ്പൊരിയാ നിങ്ങള്. സാറേ, കണ്ട കീഴ്ജാതിക്കാര് കയ്യേറണ മുമ്പ് ആ മന പട്ടാഴി മനയോട് ചേരണമെന്നാ ദേവപ്രമാണം. അത് നടന്നേ പറ്റൂട്ടോ. രേഖകൾ പ്രകാരം എവിടെയോ ഒരു അവകാശി ജീവിച്ചിട്ടുണ്ടെന്നാ. അയാളെ ഞാൻ കണ്ടുപിടിച്ച് കൊണ്ടും തരും. ഉറപ്പാ? ഉറപ്പ്. അമ്മ കഥ പറയുന്നുണ്ടോ ഇല്ലേ? കഥയല്ല ഉണ്ണിയെ, മുത്തച്ഛന്മാരുടെ കാലത്ത് നടന്ന സത്യങ്ങളാ. രാമവർമ്മ തമ്പുരാനാണെന്ന് നാട് ഭരിച്ചിരുന്നതേ. വേഗം പറയൂ ആദ്യമേ. ആ ഓട്ടുമന്തിൽ ഇത്തിരി വെള്ളമെടുത്തുണ്ടോ? തൊണ്ട താഴ്ചിട്ട് വയ്യ. സംഭവങ്ങളൊക്കെ നടന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഈ ചെമ്പ്ര ഒരു പുണ്യഭൂമി ആയിരുന്നു കേട്ടോ. വേദവും മന്ത്രവും ഉരുക്കഴിക്കുന്ന പവിത്രഭൂമിയെ രണ്ടായി ഭാഗിച്ചൊഴുകുന്ന ചെമ്പ്രപ്പുഴ. പുഴയ്ക്കക്കരയും ഇക്കരയും രണ്ടില്ലങ്ങൾ. ഒന്ന് മണിയങ്കോട്ടില്ലവും മറ്റൊന്ന് നെല്ലൂർ മനയും. ശരിക്കു പറഞ്ഞാൽ അനേകം ശിഷ്യ പരമ്പരകളുള്ള രണ്ട് ഗുരുകുലങ്ങൾ. മണിയങ്കോട്ട് വലിയ നമ്പൂതിരിക്ക് മക്കൾ 6 5 ആണും 1 പെണ്ണും. പെൺകുട്ടിയുടെ പേര് സാവിത്രി. കണ്ടാലോ അപ്സര കന്യക. അച്ഛനെ പോലെ തന്നെ ജ്ഞാനിയായിരുന്നു സാവിത്രി. അഞ്ജനം കൊണ്ട് കണ്ണെഴുതി, കുങ്കുമം കൊണ്ട് പൊട്ടുകുത്തി, കസ്തൂരി കളഭങ്ങൾ ചാർത്തി പല്ലക്കിൽ എഴുന്നള്ളുന്ന മണിയങ്കോട്ട് സാവിത്രി വിദ്യാദേവിയുടെ മനുഷ്യാവതാരമെന്ന് ചെമ്പ്രക്കാരെല്ലാം ഒരുപോലെ വിശ്വസിച്ചു. ഒരു നവരാത്രി കാലം മഹാരാജാവ് ചെമ്പ്രയിലേക്ക് എഴുന്നള്ളി. ഗുരുകുല അന്തേവാസികൾക്കുള്ള വേദപരീക്ഷയുടെ കാലായിരുന്നു അത്. എന്നിട്ട് പോകുന്നുണ്ടോ നീ? പറയാത്തമ്മേ, എനിക്ക് കേക്കണം. 2 ഗുരുകുലവും അപ്പുറവും ഇപ്പുറവും നിന്ന് ചോദ്യങ്ങൾ, തർക്കങ്ങൾ, ബുദ്ധിയുടെ മാറ്റൊരയ്ക്കൽ. മണിയങ്കോട്ട് ഗുരുകുല ഒരടി മുന്നിൽ. ആരാ അവിടുത്തെ നായിക? സാവിത്രി. തവമാതാ പതിവ്രത. നിന്റെ അമ്മ പതിവ്രതയാണോ? അല്ല. സാവിത്രി, മാതാവിനെയാണ് നീ അപമാനിച്ചത്. ഞാൻ പറഞ്ഞതാണ് സത്യം. ഏതൊരു ബ്രാഹ്മണ സ്ത്രീയും വേലി കഴിഞ്ഞാൽ 4-ാം ദിവസമാണ് തന്റെ പുരുഷനെ പ്രാപിക്കുന്നത്, അല്ലേ? അതെ, അതിനെന്താ? ആദ്യ ദിവസം അവളെ ചന്ദ്രന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കുന്നു. 2-ാം ദിവസം ഗന്ധർവന്, 3-ാം ദിവസം പ്രജാപതിയായ അഗ്നിക്ക്. അത് കഴിഞ്ഞ് 4-ാം ദിവസം മാത്രമേ താലി കെട്ടിയ മനുഷ്യന് അവളെ സ്പർശിക്കാൻ പോലും നിങ്ങൾ അനുവദിക്കൂ. അന്നല്ലേ സേകമുഹൂർത്തം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു ബ്രാഹ്മണ ഭാര്യയും പതിവ്രതയല്ല. ജ്ഞാനിയാണ് നീ. മണിയങ്കോടിന്റെ മാനം നീ കാത്തു. ഇവിടെ കൊണ്ട് മതിയാക്കാൻ നെല്ലൂരെ. വരട്ടെ, ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. സാവിത്രിയെ പരാജയപ്പെടുത്തിയാൽ മണിയങ്കോട്ട് ഗുരുകുലം വീഴുന്ന് നെല്ലൂർ കാർന്നോര് നിരീക്ഷിച്ചു. പേരക്കുട്ടിയുടെ പ്രായമുള്ള ആ ജ്ഞാനദേവതയോട് കാർന്നോര് ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം അങ്ങോട്ട് ചോദിച്ചേ. പഞ്ചേന്ദ്രിയങ്ങളെ ത്രസിപ്പിക്കുന്ന രസങ്ങളിൽ ഏറ്റവും വലിയ രസം ഏത്? മണിയൻകുട്ടി സാവിത്രി എന്തുത്തരാ പറഞ്ഞേ? പറഞ്ഞില്ലേ, ഉത്തരം കാർന്നോരുടെ മുമ്പിൽ ഓലയിൽ എഴുതി കാണിച്ചു സാവിത്രി. അതേമേ, സാവിത്രി എന്താ എഴുതിയത്? കാമരസം.
സ്വന്തം തലയിലെഴുത്ത സാവിത്രി തിരുത്തി എഴുതിയത്. പുരുഷനെ അറിയാത്ത കന്യക കാമരസം എന്നെഴുതിയാലുള്ള സ്ഥിതി എന്താ? കന്യകയായ നിനക്കെങ്ങനെ അതറിയാൻ കഴിഞ്ഞു എന്നായി നെല്ലൂർ കാരണവർ. എല്ലാറ്റിനും സാക്ഷിയായ നാടുവാഴി സാവിത്രിക്ക് ജാതിഭ്രഷ്ട് കൽപ്പിച്ചു. ഒടുക്കം സ്വന്തം അച്ഛന് മകളെ പടിയടച്ച് പിണ്ടം വയ്ക്കേണ്ടി വന്നു. വ്യസനം സഹിക്കവയ്യാതെ സാവിത്രിയുടെ അമ്മ പുഴയിൽ ചാടി മരിച്ചു. നാട് മുഴുവൻ ഒരഭയത്തിനായി അലഞ്ഞു നടന്നു സാവിത്രി. ഒരു ദിവസം നെല്ലൂർ മനയുടെ പടിപ്പുര തുറന്ന് സാവിത്രി വന്നു. തനിക്ക് ഈ ഗതി വരുത്തിയ നെല്ലൂർ കാരണവരെ മനം നൊന്ത് ശപിച്ച് സാവിത്രി മനയിലെ തുളസിത്തറയിൽ തലതല്ലി മരിച്ചു. നെല്ലൂരുകാര് കാരണം തന്റെ മോൾക്ക് വന്ന ദുർഗതിയോർത്ത് മണിയങ്കോട്ട് കാരണവർ തന്റെ സാത്വിക ഭാവം അങ്ങോട്ട് ഉപേക്ഷിച്ചു. തന്നെ കൈവിട്ട ദേവതകളെ അയാൾ വേണ്ടെന്ന് വെച്ചു. വടക്കിനിയിൽ ചാത്തന്മാരെ കുടിയിരുത്തി. അപ്പോഴേക്കും സാവിത്രി രക്ഷസായി മാറി നാട്ടിൽ ഉപദ്രവം കാട്ടിത്തുടങ്ങി. അഗ്നിക്ക് നെയ്യെന്നോണം സ്വന്തം പട്ടടയിൽ നിന്നും അച്ഛന്റെ പക നടപ്പാക്കാൻ മകൾ യക്ഷിയായി അങ്ങട് അവതരിച്ചു ചെമ്പ്രയിൽ. സാവിത്രിയുടെ രക്തം വീണ തന്റെ മനയിൽ അനർത്ഥങ്ങൾ പ്രതീക്ഷിച്ച നെല്ലൂർ കാരണവർ ഉളിയന്നൂർ തച്ചനെ വരുത്തി പുതിയ ഒരു എട്ടുകെട്ട് പണിയിച്ചു. പാലുകാച്ചലും സദ്യയും. ചെമ്പ്രയിൽ ഒരു ഉത്സവത്തിന്റെ ആഘോഷമായിരുന്നു അന്ന്. പക്ഷെ ആ രാത്രി പകവീട്ടലിന്റെ രാത്രി കൂടിയായിരുന്നു. സന്ധ്യാജപത്തിനു വേണ്ടി കുളിക്കാനിറങ്ങിയ നെല്ലൂർ കാരണവരെ നേറിയക്ഷിയായി വന്ന സാവിത്രി അകപ്പകയോടെ കഴുത്തിൽ കോമ്പല് താഴ്ത്തി. പിറ്റേന്ന് ചെമ്പ്രപ്പുഴയിലാണ് കാരണവരുടെ ശവം പൊന്തിയത്. നെല്ലൂർ മനയിൽ അവശേഷിച്ചിരുന്നവരെല്ലാം ജീവനും കൊണ്ട് ചെമ്പ്ര വിട്ട് ഓടിപ്പോയി. അറിഞ്ഞോ വിശേഷം? അവൻ തിരിച്ചു വരുന്നു. ആരാ കുട്ടിയെ? കുഞ്ഞുണ്ണി. ഒടുക്ക നെല്ലൂർ മന വാങ്ങാൻ തന്നെ അവൻ തീരുമാനിച്ചു. എന്തു വിലക്ക്? ചുളുവിലക്ക്. എന്താ നിനക്ക് വേണോ? അവനെ ഇപ്രാവശ്യം സാവിത്രി തന്നെ കൊന്നോളും. നമ്മളതിന് ബന്ധപ്പെടണ്ട. വേണ്ട. പക്ഷേ അവനെ സാഹുത്രിയുടെ വിട്ടുകൊടുക്കില്ല ഞാൻ. അവനെ എനിക്ക് തന്നെ വേണം. വാ, വന്ന് വണ്ടി കയറി. കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. പൂർവം ഭവേൽത്തിക്തമയം പുനസ്തു ജ്യേഷ്ഠോക്തി ന്യൂനം പ്രിയം ച. ഞാൻ പറഞ്ഞതൊന്നും ഉണ്ണിക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? എല്ലാം മനസ്സിലായി. മച്ചിയുടെ മകൻ മരുഭൂമിയിലെ മൃഗതൃഷ്ണയിലെ ജലത്തിൽ നിന്നും പൂക്കൾ പറിച്ചു ചൂടി മുയലിന്റെ കുമ്പിൽ പണിത വില്ലുമെടുത്ത് കടലിൽ നായാട്ടിനിറങ്ങി. എന്താ വാക്യത്തിൽ വ്യാകരണ പശുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. പക്ഷേ നോൺസെൻസ് ആണ്, മീനിംഗ്ലെസ്.